കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ, ഞാൻ സൗഖ്യമാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ കേട്ട സന്ദേശം വളരെ അനുഗ്രഹമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു, ഒരുപാട് സാക്ഷ്യങ്ങൾ വിളിച്ചു പറഞ്ഞു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. വചനം നിനക്ക് സമീപമായി, നിൻ്റെ നാവിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു എന്നുള്ള ദൈവിക വചനം അത് സത്യമാണെന്ന് എൻ്റെ കർത്താവ് ചെയ്ത ഈ അത്ഭുതങ്ങളിൽ കൂടെ ഒരിക്കൽ കൂടെ തെളിയിച്ചതിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ആ സന്ദേശത്തിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കാളകെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിൽ വെച്ച് കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദറിൽ കൂടെ പറയപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ്. അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്നലെ കേട്ടവർക്ക് ഒരുപാട് പേർക്ക് അത് അനുഗ്രഹമായി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ ഇന്നും അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സന്ദേശം കേൾക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത് വന്നിരിക്കുന്നു. അപ്പോൾ തന്നെ അത് വളരെ സിമ്പിളാക്കിയിരിക്കുന്നു, ഫ്രീ ആക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ വിചാരം ഞാൻ ഒന്ന് സ്വർഗത്തിൽ പോകണമെങ്കിൽ, ഒരു വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടണമെന്നാണ്. ഒരിക്കൽ പഴയ നിയമത്തിലെ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നുണ്ട്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇച്ചിരി നല്ലവനാണെന്നൊക്കെ സ്വയം അഭിമാനിക്കുന്നൊരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വന്ന കാര്യം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വലിയ സമ്പന്നനും കൂടാണ്. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യേശുവെ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്തോ ചോദിച്ചു. ഞാനെന്ത് എൻ്റെ മറുപടി ആദ്യം പറയാം, നീ ഒന്നും ചെയ്താൽ കിട്ടത്തില്ല. അടുത്തിരിക്കുന്നവൾ പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ കർമ്മങ്ങളാലും ക്രിയകളാലും ലഭിക്കത്തില്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. വചനം പറയുന്നു, രക്ഷ ദൈവത്തിൻ്റെ ദാനം. ഒരു രാജാവും വില മേടിച്ചിട്ടൊന്നും കൊടുക്കില്ല, രാജോചിതമായി ദാനം ചെയ്യത്തുള്ളൂ. ഇന്ന് രാത്രി രക്ഷ അവൻ്റെ ദാനമാണ്, പരിശുദ്ധാത്മാവ് അവൻ്റെ ദാനമാണ്, രോഗസൗഖ്യം അവൻ്റെ ദാനമാണ്. ഞാനിത് ചെയ്തേക്കാം കർത്താവെ, ആരും പറയണ്ട. അടുത്ത കൺവെൻഷൻ ഞാൻ നടത്തിയേക്കാം, എന്നെ സൗഖ്യമാക്കണമെന്ന് പറയരുതേ. അത് വാങ്ങിയിട്ട് സൗഖ്യമാക്കുന്നവനല്ല, സൗജന്യമായി ഇന്ന് രാത്രി തരുവാൻ കർത്താവ് വന്നതിനായി ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ക്രിസ്തുവോ നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ചു. നിങ്ങളിൽ നിന്നോ എന്നിൽ നിന്നോ എന്തെങ്കിലും വാങ്ങിയിട്ട് തരുമെന്ന് പറയാനല്ല ഞാനിവിടെ വന്നത്. ഒരർഹതയുമില്ലാത്ത നിനക്ക് സൗജന്യമായി, നീ ഒരു കഷ്ടപ്പാടും കഴിക്കാതെ ഇന്ന് രാത്രി തരുമെന്ന് പറയാനാണ് വന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഉടനെ കർത്താവിന് പിടികിട്ടി, ഇവൻ സ്വയം നീതിമാനായിട്ട് പറയുന്ന വലിയ കുഴപ്പമില്ലാത്ത ഒരു നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണ്. പക്ഷെ പുള്ളിയുടെ വിചാരം സ്വന്തം നന്മ കൊണ്ട് അവിടെ കടക്കാമെന്ന്. ഞാൻ ആദ്യമേ ഒരു സത്യം പറയാം. ക്രിസ്തു വേറെടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ മോശയുടെ പ്രമാണം അനുസരിച്ച് കേട്ടിട്ടുണ്ടല്ലോ, വ്യഭിചാരം ചെയ്യരുതെന്ന്. ഞാൻ ചെയ്തിട്ടില്ലെന്ന് പലരും അഭിമാനിക്കുമായിരിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ ദുരാഗ്രഹത്തോടെ നോക്കാൻ ഒരു മോഹം നിനക്ക് വന്നെങ്കിൽ നീ എന്ത് ചെയ്തു കഴിഞ്ഞു? വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. മോശയുടെ നിയമം, പഴയ നിയമം ആക്ഷനിൽ വന്ന പാപത്തെ കണക്കിടുന്നുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ധാർമ്മികത ഇമോഷനിൽ വന്ന പാപത്തെ കണക്കിടുന്നു. അതിൻ്റെ മുമ്പിൽ ആർക്കെങ്കിലും രക്ഷപ്പെടാൻ ഒക്കൂ? ഇല്ല. കൊലപാതകം ചെയ്തിട്ടില്ലെന്ന് നീ പറയുമായിരിക്കും, പക്ഷേ സഹോദരൻ നിസ്സാരൻ എന്നവനെ നിസ്സാരപ്പെടുത്തിയ വാക്ക് സംസാരിച്ചാൽ നീ എന്ത് ചെയ്തു കഴിഞ്ഞു? കൊലപാതകം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ യഥാർത്ഥ ന്യായപ്രമാണത്തിൻ്റെ അടുത്ത് പോലും വരില്ല മോശയുടെ ന്യായപ്രമാണം. മോശയുടെ 10 കൽപ്പന പോലും അനുസരിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ എത്താൻ പറ്റുമോ? എന്നോട് പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിന് മുമ്പിൽ ഞാൻ ഫുൾ ക്ലീനാണ്, എനിക്ക് 100-ൽ 100 മാർക്ക് കിട്ടും എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. യാക്കോബിൻ്റെ ലേഖനം പറയുമ്പോൾ ഇങ്ങനെ വായിക്കുന്നതിന്, ന്യായപ്രമാണം
നീ മുഴുവൻ അനുസരിച്ച് ദൈവം മുമ്പിൽ ക്ലീനായിട്ട് നിൽക്കുമെന്നാണോ നീ പറയുന്നത്? പക്ഷെ ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. ഒന്ന് പറഞ്ഞേ. ന്യായപ്രമാണത്തിൻ്റെ മാർക്കിംഗ് സിസ്റ്റം, മോശയുടെ മാർക്കിംഗ് സിസ്റ്റം, ദൈവത്തിൻ്റെ മാർക്കിംഗ് സിസ്റ്റം ഇതാണ്. നീ നിന്റെ നന്മ കൊണ്ട് സ്വർഗത്തിൽ കയറാമെന്ന് നോക്കുന്നെങ്കിൽ ഒന്നിൽ തെറ്റിയാൽ എന്ത് ചെയ്തു? എല്ലാത്തിലും തെറ്റി. അതിൻ്റെ പ്രത്യേകത, ന്യായപ്രമാണം അനുഷ്ഠിച്ച് സ്വയം നന്നായി ദൈവത്തെ പ്രസാദിപ്പിക്കാനാണെങ്കിൽ ഒന്നുകിൽ 100 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 0 മാർക്ക് കിട്ടും. 50 കാര്യം അനുസരിച്ചാലും ആൻസർ ഷീറ്റിൽ എത്ര കിട്ടും? 0. 99 അനുസരിച്ചാലും ഏത് കിട്ടും? 0. എൻ്റെയൊക്കെ മാർക്ക് ഷീറ്റിൽ 0 തന്നെ ഉണ്ടായിരുന്നില്ല, മൊത്തം നെഗറ്റീവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ഇതാ വേറൊരു കാര്യം ചെയ്തിരിക്കുന്നു. എനിക്കും നിനക്കും ചെയ്യാൻ കഴിയാത്തത് വേറൊരാൾ ചെയ്തിട്ട് അതിൻ്റെ വില കൊടുത്തിട്ട് മാർക്ക് 100 ഇങ്ങോട്ട് വാങ്ങിയിട്ട് നിൻ്റെയും എൻ്റെയും കയ്യിൽ നിന്ന് പറ്റിപ്പോയി എൻ്റെ കർത്താവേ, വേറെ ഒരു രക്ഷയുമില്ലേ, ഞാൻ തെറ്റുകാരനാണേ, കുഴഞ്ഞ് എന്നും പറഞ്ഞ് വരാമെങ്കിൽ 0 മേടിച്ചിട്ട് ആ 100ൻ്റെ തൻ്റെ മാർക്ക് ഷീറ്റ് നമ്മുടെ കൈ തന്ന് ഹീറോ ആക്കുന്ന ഒരു നല്ല കർത്താവ് ഇവിടെ വന്നതിനാൽ കരങ്ങൾ തട്ടി വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ട് നമ്മുടെ നന്മയൊന്നും ഇനി പറയണ്ട. ഇന്നോരേക്കാളും ഒക്കെ ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നോട്ടത്തിൽ എല്ലാവരുടെയും മാർക്ക് ഷീറ്റിൽ എത്രയാണ് കിടക്കുന്നത്? 0. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ് ഒന്ന് കാണിച്ചേ മാർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞ്. എല്ലാം 0യാണ്. നിനക്കും 0, എനിക്കും 0. അതുകൊണ്ടാണ് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിയാൻ വന്നവർ യേശുവിനോട് ചോദിച്ചു. അവർ വലിയ നീതിമാന്മാർ കളിച്ച്, ഇവള് കൊള്ളരുതാത്തവർ, ഇവളെ ഞങ്ങളുടെ മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊന്നേക്കട്ടെ എന്ന് ചോദിച്ചു. യേശു എന്ത് പറഞ്ഞു? ഫുൾ മാർക്കുള്ളവൻ 100 ഉള്ളവൻ എന്ത് ചെയ്തോളാൻ പറഞ്ഞു? നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. എല്ലാവരും മാർക്ക് ഷീറ്റ് നോക്കിയിട്ട് 100 പോയിട്ട് 20 പോലും ഇല്ല. നമ്മളിങ്ങനെ വായിക്കുന്ന വലിയവർ മുതൽ ചെറിയവരെ എല്ലാവരും കല്ല് താഴെ ഇട്ടിട്ട് വീട്ടിൽ പോയി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നിട്ട് അവളുടെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ? ഇല്ല. കുറ്റം വിധിക്കാൻ കഴിയുന്ന ഒരുവനെ അവിടെ ഉള്ളൂ, യേശു മാത്രം. പാപമില്ലാതെ ഈ ലോകത്ത് പിറന്നവൻ, പാപമില്ലാതെ ജീവിച്ചവൻ, പാപത്തെ ജയിച്ചവൻ. അവൻ അവളെ നോക്കി കനിവോടെ പറഞ്ഞു, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി പോയി പുതിയൊരു ജീവിതം നയിക്കൂ. നോക്കൂ, അവൾക്ക് 100 മാർക്ക് കൈ കെട്ടി അവൾ വീട്ടിൽ പോയി. കുനിഞ്ഞു വന്നവൾ ഇപ്പോൾ ഇതാ പട്ടണത്തിൽ കൂടെ തല ഉയർത്തി നിൽക്കുന്നു. യേശുവിൽ കൂടെയുള്ള രക്ഷ പ്രാപിക്കുന്നവരുടെ ഗുണം, തല ഉയർത്തി ദൈവം മുമ്പിൽ നിൽക്കാം, തല ഉയർത്തി മനുഷ്യരുടെ മുമ്പിൽ നിൽക്കാം, തല ഉയർത്തി സാത്താനെതിരെ നിൽക്കാം, തല ഉയർത്തി സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ നിൽക്കാം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഓ, ഇതെത്ര നല്ലൊരു അത്ഭുത രക്ഷയാ, സൗജന്യ രക്ഷയാ. ഈ രക്ഷയ്ക്കായിട്ടൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, എന്നേക്കാൾ ഡീസൻറ്റ് കളിച്ചൊന്നും അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞ് ഒന്ന് കൈകൊടുത്ത് പറഞ്ഞു. നമ്മുടെ പറമ്പിൽ നിന്ന് കപ്പ മാന്തിയവനെ കള്ളാന്ന് വിളിച്ച് നമ്മൾ പൊസുക്ക ഇടി കൊടുക്കുകയാണ്. സ്തോത്രം. പക്ഷെ ദൈവം നോക്കുമ്പോൾ ഉണ്ടല്ലോ, അവന് വിശന്നപ്പോൾ അവൻ മാന്തി. എൻ്റെ വീട്ടിൽ കപ്പ ഉണ്ടായിരുന്നുകൊണ്ട് എന്ത് ചെയ്തില്ല? മാന്തിയില്ല. അടുത്തിരിക്കുന്നവർ മാന്തുന്നവൻ നിൻ്റെ അകത്തും ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതാണ് റോമാലേഖനം പറഞ്ഞ, പാപമോ അവസരം ലഭിച്ചിട്ട് ക്രിയ ചെയ്തു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി, മർത്തോമായിലെ ക്രിസോസ്റ്റം തിരുമേനി ജയിൽ കാണാൻ പോയി, സെൻട്രൽ ജയിൽ. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കള്ളന്മാരും ഒക്കെ അവിടെ കിടക്കുകയാണ്. അവരെ കണ്ടപ്പോൾ ഞാൻ ഈ പറഞ്ഞ സത്യം ഒരു തമാശ രീതിയിൽ, അത് വലിയൊരു തമാശകാരനാണ്, അവരോട് അവതരിപ്പിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കക്കാൻ അറിയാമായിരുന്നു, പക്ഷെ നിൽക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് നാട്ടുകാർ നിങ്ങളെ കള്ളന്മാരെന്ന് വിളിക്കുന്നു. എനിക്ക് കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. എന്നെ തിരുമേനി എന്ന് വിളിക്കുന്നു. അദ്ദേഹം അവിടെ സ്ഥാപിച്ച ഒരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളെക്കാൾ ഞാൻ ഒട്ടും മെച്ചമല്ല. ഇത് തിരിച്ചറിയുന്നവർക്ക് രക്ഷ കിട്ടത്തുള്ളൂ. ഇന്നാരെങ്കിലും ഞാൻ മെച്ചമാണെന്ന് തോന്നുന്നെങ്കിൽ ആണ്ട് സ്റ്റെപ്പ് ഇറങ്ങിപ്പോകാം. ഇത് മെച്ചമല്ലാത്തവർക്കുള്ള മീറ്റിംഗ് ആണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. സൗഖ്യമായവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. പാപികളുടെ കൂടെ കർത്താവ് സമയം ചിലവഴിച്ചപ്പോൾ പറഞ്ഞു, നീ എന്തിനാ പാപികളുടെ കൂടെ നല്ല ഗുരുവെന്നൊക്കെ പറഞ്ഞിട്ട് നീ നിൽക്കുന്നത്? ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക്
വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ, ഞാൻ പാപികളെ രക്ഷിക്കാനാമെന്ന്. ഇവിടെ ആരെങ്കിലും വലിയ പരിശുദ്ധന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ നിങ്ങളുടെ സ്ഥലമല്ലിത്, ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ സ്ഥലമാണ്. മോശ സ്കാനിങ് സെൻറ്റർ നടത്തുന്നു, യേശു ഹീലിംഗ് സെൻറ്റർ നടത്തുന്നു. മോശയുടെ അടുത്ത് പോയാൽ നിങ്ങളുടെ കുറ്റമെല്ലാം വെളിപ്പെടുത്തി തരും, ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. പക്ഷേ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ സ്കാനിങ് സെൻറ്ററിൽ മരുന്ന് കിട്ടത്തില്ലെന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ ആ റിപ്പോർട്ടുമായിട്ട് എവിടെ വരണം? ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് പറയണം, അടുത്തിരിക്കുന്ന ആൾ ഞാൻ ഡോക്ടറോടും വക്കീലിനോടും മാത്രം ഒന്നും മറച്ചു വെക്കരുത് പറഞ്ഞാട്ടെ. ഞങ്ങളുടെ അടുത്തൊക്കെ നല്ലവൻ കളിച്ചോ, ഒന്ന് അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊക്കെ നല്ല വൈറ്റ് കോളറൊക്കെ കാണിച്ച് നല്ല മാന്യനായിട്ടിരുന്നു. പക്ഷേ ഡോക്ടറുടെ അടുത്തും വക്കീലിൻ്റെ അടുത്തും മാത്രം എന്ത് ചെയ്യരുത്. നമ്മുടെ അഡ്വക്കേറ്റ് എന്നൊരാളെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവാണ്. നമ്മുടെ നല്ല വൈദ്യൻ എന്നൊരാളെ പേര് പറഞ്ഞിട്ടുണ്ട് യേശുവാണ്. അഡ്വക്കേറ്റും വൈദ്യനും പുരോഹിതനുമായ ഒരാളുടെ പേരെന്ന് പറയാമോ? മധ്യസ്ഥൻ എന്നും കൂടെ പേരുള്ള ഒരാളുടെ പേര് പറയാമോ? അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ അദ്ദേഹത്തോട് മാത്രം പറ്റിയതങ്ങ് പറഞ്ഞേക്കണം പറഞ്ഞാട്ടെ. ഒന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തൊക്കെ ഡീസൻറ്റ് കളിച്ചിരുന്നു, അദ്ദേഹത്തോട് മാത്രമുള്ള കാര്യം പറഞ്ഞേക്കണം. ഒരു കുഴപ്പമില്ല, പറ്റിയെന്നേ, തെറ്റ് പറ്റിയെന്നേ, കുഴഞ്ഞെന്നേ, വീഴ്ച പറ്റിയെന്നേ, തീർന്നെന്നേ, ഭാര്യ അറിഞ്ഞില്ല, ഭർത്താവ് അറിഞ്ഞില്ല, അപ്പൻ അറിഞ്ഞില്ല, അമ്മ അറിഞ്ഞില്ല, പാസ്റ്റർ അറിഞ്ഞില്ല, അച്ഛൻ അറിഞ്ഞില്ല, പോലീസ് അറിഞ്ഞില്ല, പക്ഷേ ഇവിടെ നിനക്ക് വരാം. കുരിശിൽ കിടന്ന കള്ളനെയും വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളെയും ഒരുപോലെ രക്ഷിച്ച യേശുവിൻ്റെ ദിവ്യ സ്നേഹം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ്. നല്ല മനുഷ്യനായി അറിയപ്പെട്ട കൊർന്നല്യോസിനെയും നല്ല മനുഷ്യനായി അറിയപ്പെട്ട സകലരെയും അവരും ചിലർക്ക് മനസ്സിലാക്കി ഞാനും നല്ല മനുഷ്യനൊന്നുമല്ല, ദൈവ തിരുമുമ്പാകെ എനിക്ക് നിൽക്കാൻ അർഹതയില്ലെന്ന് തിരിച്ചറിഞ്ഞവർക്ക് വേണ്ടി സൗജന്യ രക്ഷയുമായി ഇന്ന് രാത്രി യേശു ഈ കാഞ്ഞിരപ്പള്ളിയിലും ഇറങ്ങി വന്നിരിക്കാൻ ആര് പറയും ഈ യേശുവിനെ എനിക്ക് വേണം? ആര് പറയും ഈ യേശുവിനെ എനിക്കും വേണമെന്ന്? അവരുടെ കൈ ഒന്ന് കാണട്ടെ. ഇല്ല, എനിക്ക് ഇവൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ ഒന്ന് കയറിക്കോളാം എന്ന് പറയുന്നവർ അതാണ് സ്റ്റെപ്പ്, അതിലെ കടന്നു പോയാട്ടെ. എന്നാൽ രക്ഷ നിനക്ക് സമീപമായി നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. രക്ഷ നീ വില കൊടുക്കണ്ട, നീ അതിനുവേണ്ടി ഇവിടുന്ന് യെരൂശലേം വരെ യാത്ര ചെയ്യണ്ട. ഇറ്റ് ഹാസ് കം ടു യു. അടുത്ത വാക്യത്തിൽ പറയാണ്, അതത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം. ഞങ്ങൾ വചനം പ്രസംഗിക്കുമ്പോൾ ആ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിലും അധരത്തിലും രക്ഷ വന്നിരിക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. എപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമോ ഹൃദയത്തിൽ എന്തോന്ന് തൊടുന്നില്ലേ? ഹൃദയത്തിലൊരു സ്പർശനം വരുന്നില്ലേ? ഇത് തോമസ് ഊട്ടി ബ്രദറിൻ്റെ മായാവിലാസമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ദൈവവചനത്തിൻ്റെ പ്രവൃത്തി അത്രേ. ഇന്ന് ഹൃദയത്തെ ദൈവാത്മാവ് തൊടുമ്പോൾ യേശുവേ അടിയനിതാ, എൻ്റെ ജീവിതം ഇതാ എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ രക്ഷ നിൻ്റേതായി മാറും. ആ ചെറുപ്പക്കാരൻ അവിടെ യേശു പറഞ്ഞു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചെയ്യാൻ വന്നിരിക്കുക. ഓക്കെ, നീ ന്യായപ്രമാണം മുഴുവൻ അങ്ങ് അനുസരിക്കുക. ഞാൻ പറഞ്ഞു, ഞാനെല്ലാം അനുസരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. യേശു പറഞ്ഞു, ആഹാ നീ ഭയങ്കര പരിശുദ്ധനല്ലേ, പക്ഷെ ഞാൻ നോക്കിയിട്ട് നിനക്കൊരു കുറവുണ്ട്. അതെന്താ? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പുറകെ വാ. പലരും വിചാരിച്ചിരിക്കുന്ന എല്ലാം വിറ്റ് കൊടുത്തേച്ച് വന്നാലേ സ്വർഗത്തിൽ എന്നല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ സൽപ്രവൃത്തി കൊണ്ട് അവിടെ കയറുമെന്ന് പറഞ്ഞവൻ കൊടുത്ത മറുപടിയാണ്. ഓ, അത്ര വലിയ സൽപ്രവൃത്തിക്കാരനല്ലേ, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് രക്ഷകനെ ഒന്നും വേണ്ടല്ലോ, സ്വയം നേടുമല്ലോ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നിനക്കുള്ളതെല്ലാം അങ്ങ് വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പുറകെ വാ. നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ദുഃഖിച്ചു പോയി കളഞ്ഞു. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, എൻ്റെ കർത്താവെ, രക്ഷിക്കപ്പെടാൻ ഇത്രയും ബുദ്ധിമുട്ടാണ്, ഇത് ആർക്ക് കിട്ടും? ആ ചോദ്യത്തിന് കൊടുത്ത മറുപടിയും കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ഇത്രയും ബുദ്ധിമുട്ടാണോ? സമ്പത്ത് മുഴുവൻ വിൽക്കണോ? ഇത്രയും കഷ്ടപ്പാടുണ്ടോ പാപം മാറാൻ എന്നുള്ള ചോദ്യത്തിന് മറുപടി മർക്കോസ് 10:26-27 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന്? ഇങ്ങനെയാണ് രക്ഷ പ്രാപിപ്പാൻ? അയ്യോ, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അതിൻ്റെ മുകൾ വശം വായിച്ചോണം, സമയമില്ലാത്തതുകൊണ്ടാണ്. ചെറുപ്പക്കാരനോട് പറഞ്ഞല്ല, അവിടെ ഉണ്ട്. ഇങ്ങനെ വിറ്റ് കൊടുത്താലേ പറ്റുള്ളൂ കർത്താവേ, നടക്കുകയല്ലോ. രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന് തമ്മിൽ പറഞ്ഞു. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം. മനുഷ്യർക്ക്, അടുത്തിരിക്കുന്ന ആൾ പറ, നിന്റെ ശ്രമം കൊണ്ട് സ്വർഗം കിട്ടത്തില്ല, നിന്റെ നല്ല ജീവിതം കൊണ്ട് സ്വർഗം കിട്ടത്തില്ല. കാര്യം എന്നാണെന്നറിയാവോ? ചേറിനകത്ത് നിന്ന് കാല് വലിക്കുന്ന പോലെ ഇരിക്കും.
ഒരു ഭാഗം ശരിയായി വരുമ്പോൾ മറ്റേ ഭാഗം താന്നു പോകും. ഈ വർഷം കുടിക്കേണ്ടെന്ന് വെക്കുമ്പോൾ കോപം കൂടി കൂടി വരുന്നു. കോപം ശരിയാക്കി വരുമ്പോൾ കൺമോഹം കുറഞ്ഞു അവിടെ അതിലേ വരുന്നു. ഒരു കാല് വെക്കുമ്പോൾ മറ്റേ കാലെന്ത് ചെയ്യാണ്? ചേറിൽ നിന്ന് സ്വയം രക്ഷ നേടാൻ ഒക്കത്തില്ല. ചേറിൽ കിടക്കുന്നവന് പുറത്തു നിന്നൊരു കയർ വരണം. ആ രക്ഷാ കയറിനെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആ രക്ഷയ്ക്കായി നീട്ടപ്പെട്ട കരത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് രാത്രി ഞാനിവിടെ ഉള്ളത്. കരമടിച്ച് വായി തുറന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഓ, ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആർപ്പോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അയ്യോ, അങ്ങനെയാണെങ്കിൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയും? ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കേസാണല്ലോ എന്നവർ തമ്മിൽ പറഞ്ഞു. യേശു അവരെ നോക്കി മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിനല്ലാതാനും ദൈവം സാധിപ്പിക്കാൻ പോവുക. അതാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നതെന്ന് യേശു പറഞ്ഞു. നിങ്ങളുടെ പാപം ഞാൻ ഏറ്റെടുക്കും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാഞ്ഞതിൻ്റെ ശിക്ഷ മുഴുവൻ ഞാൻ ഏറ്റെടുക്കും. നിങ്ങൾ അടികൊള്ളേണ്ട സ്ഥാനത്ത് ഞാൻ അടികൊള്ളും. നിങ്ങളുടെ കയ്യിൽ ആണി അടിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ കയ്യിൽ ആണി അടിക്കും. നിങ്ങളുടെ തലയിൽ മുൾക്കിരീടം വെക്കേണ്ട സ്ഥാനത്ത് എൻ്റെ തലയിൽ മുൾക്കിരീടം വെക്കും. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ, സ്നാനപ്പെടുവാൻ വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ അന്നത്തെ പുരോഹിതനാണ്. യെരുശലേം ദേവാലയത്തിൽ യാഗം കഴിക്കുന്നവനാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്താലുള്ള പാപയാഗം, ഒരു കുടുംബം പാപം ചെയ്താലുള്ള പെസഹ കുഞ്ഞാടിനെ അറുക്കൽ എന്ന് വേണ്ട ആ യഹൂദന്മാരുടെ മുഴുവൻ പാപത്തിനു വേണ്ടി ആണ്ടിൽ ഉത്സവത്തിന് മാത്രം കഴിക്കുന്ന മഹാപാപയാഗം. ഇതൊക്കെ കഴിക്കുന്ന അപ്പൻ്റെ മകൻ അവന് പിടികെട്ടി എൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പൂപ്പന്മാരും എല്ലാം യെരുശലേം ദേവാലയത്തിൽ യാഗം കഴിച്ചിട്ടും ലോകത്തിൽ മറ്റുള്ളവരുടെ പാപം പോകത്തില്ല. സ്തോത്രം. ഒരാണ്ടിലേക്കല്ലാതെ രണ്ടാമത്തെ ആണ്ടിലേക്ക് അവരുടെ പാപം പോകത്തില്ല. എന്നാൽ യോഹന്നാന് ദൈവം വെളിപ്പാട് കൊടുത്തു. യേശു സ്നാന ജലത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇന്ന് രാത്രി സദ്വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആ യേശുവിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ അവൻ നിനക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു, ജീവനോടെ ഉണ്ട്. ഇത് വിശ്വസിക്കുന്നെങ്കിൽ രക്ഷ നിന്റെ സ്വന്തമാ. ഇനി അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട. സ്വർഗീയ വിരുന്നിൽ പോകണ്ട. കോട്ടയത്തേക്ക് വരണ്ട. യേശുവേ എന്ന് ഹൃദയമൊന്ന് തുറന്നാൽ, യേശുവിനെ കർത്താവെന്ന വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് ഇന്ന് രാത്രി യേശുവേ എന്ന അനുതാപത്തോടെ ആര് വിളിക്കുമോ കർത്താവിൻ്റെ രക്ഷയുമായി ഇവിടുന്ന് മടങ്ങിപ്പോകാം. റോമാലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇത്ര സിമ്പിളാക്കിയാൽ പോരെ? പക്ഷേ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ പലർക്കും ഇത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഏതാണ്ട് കൊടുക്കുന്ന ചെയ്യണ്ട എന്നാ. അടുത്തിരിക്കുന്ന ആൾ പറ, ഒന്നും ചെയ്യണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. ഒരിക്കൽ യഹൂദന്മാർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളെന്ത്? മനുഷ്യ മനസ്സിന് എപ്പോഴും ചെയ്യണം എന്നുള്ള. യേശു പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, അവൻ അയച്ച എന്നിൽ വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ മതി. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? യേശു എനിക്ക് വേണ്ടി ലോകത്ത് ജനിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തു. അവരുടെ കരങ്ങൾ രണ്ടുമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഐ ബിലീവ് യു ജീസസ് എന്ന് പറഞ്ഞു. യേശുവേ, ഈ ശബ്ദം ടെലിവിഷനിലൂടെ കേട്ടോണ്ടിരിക്കുന്നവർ, ഈ രക്ഷ നിങ്ങളുടെ എന്നുമാ. അതിനുവേണ്ടി ഒന്നും കൊടുക്കണ്ട, എന്നും ചെയ്യണ്ട, എങ്ങും പോകണ്ട. യേശുവേ എന്ന് ഒറ്റ അധരം തുറന്ന് വിളിക്കുമ്പോൾ രക്ഷ നിന്റെ അടുക്കൽ. ഈ ബ്രദർ 104 ഡിഗ്രി പനിയായിട്ട് 2-3 ദിവസമായിട്ട് കഷ്ടപ്പെടുക. പനിയോടുകൂടി എത്താൻ ഇവിടെ കടന്നു വന്നേ, ശരീരം വെട്ടിവേർത്തു. ഇപ്പോൾ അത്ഭുതകരമായി കർത്താവ് തന്നെ സൗഖ്യമാക്കി. പനി കുറയുന്നില്ലായിരുന്നു. പനി കുറയുന്നില്ലായിരുന്നു. 103-104 ഡിഗ്രി പനി നിൽക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞു ഇനി കൂട് കാണാൻ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് പോരുക ചെയ്ത്. ഇവിടെ വന്നപ്പോൾ ശരീരം ഭയങ്കരമായിട്ട് വേർത്തു. ആ പനിയുടെ അസ്വസ്ഥത എല്ലാം മാറി, പൂർണ്ണ സൗഖ്യം. ഇപ്പം ശരീരം ഭയങ്കരമായിട്ട് വേർത്തു, പനിയുടെ അസ്വസ്ഥത എല്ലാം മാറി. അടിച്ച് നമുക്ക് കർത്താവ് പത്രോസിന്റെ അമ്മാവിയമ്മയുടെ പനിയെ സൗഖ്യമാക്കിയ കർത്താവ് ഇന്ന് ബ്രദറിനെ സൗഖ്യമാക്കി. അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ കൈക്ക് എന്തായിരുന്നു പ്രശ്നം? എത്ര നാളായിട്ട്? 3-4 മാസമായി ഈ കൈ ഭയങ്കരമായി വേദനിക്കുകയും ബോധം കെടും. ചില സമയം എനിക്ക് നല്ലപോലെ വേദന കൂടുമ്പോഴത്തേനും ബോധം കെടുക. ഞാൻ വേദന കൂടിയിട്ട് ബോധം കെടുന്ന നിലയിലുള്ള ഒരു അസ്വസ്ഥതയായിരുന്നു ഈ ആൻറ്റിക്ക്. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്താ എൻ്റെ ഫലമായിട്ട് എൻ്റെ കൈക്ക് നല്ല വേദന കുറഞ്ഞു. എനിക്കിപ്പം ഒരു കുഴപ്പമില്ലാത്ത.
കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കൈ പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പോക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൈ അനക്കുമ്പോൾ ഭയങ്കര വേദന. ഞാൻ വാ പൊളിക്കുമായിരുന്നു കൈ പൊക്കുമ്പോഴത്തേനും. കൈ പൊക്കുമ്പോൾ വാ പൊളിച്ചു പോകുന്ന പോലെ വേദന. ഒന്ന് കൈ പൊക്കിക്കേ. എനിക്ക് പരിച്ഛേദം വേദന മാറി. വാ പൊളിക്കുന്നില്ല. പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുത്തു. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. 3 മാസമായി പെടലിലേക്ക് വേദനയായിട്ട് അനക്കാൻ മേല. തിരിവെക്കുന്നില്ലെങ്കിലില്ല, ഇരിക്കത്തില്ല, നിൽക്കത്തില്ല. സ്പോണ്ടിലോസിസ് ആണ്. ഒരു വശത്തോട്ട് തിരിക്കാൻ മേലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം ഇവിടെ വന്നു പ്രാർത്ഥന പങ്കുള്ളപ്പം സൗഖ്യമായി. നല്ലപോലെ വേർത്ത് കുളിച്ച പോലായി, സൗഖ്യമായി. ഒരു പ്രശ്നമില്ല. പൂർണ്ണ വിടുതലായി. ഇതൊന്ന് കണ്ട് കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട വചനം, ദൈവത്തിൻ്റെ വചനം നിനക്ക് സമീപമായി നിൻ്റെ നാവിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു എന്നുള്ളത് അത് എത്ര അന്വർത്ഥമാണെന്ന് ഇന്ന് കണ്ട ഈ അത്ഭുത സാക്ഷ്യങ്ങളിൽ കൂടെ കർത്താവ് തെളിയിച്ചു. ഉറപ്പായിട്ടും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വാസ്തവത്തിൽ കർത്താവ് ഇങ്ങനെ എന്നെ കാണിക്കുന്നു. ക്യാൻസർ രോഗം ബാധിച്ച ഒരു കുഞ്ഞിന് വേണ്ടി വളരെ ദുഃഖത്തോടെ കരയുന്ന ഒരമ്മ. സ്തോത്രം. ഇന്ന് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു വാക്ക് പറയാം. എൻ്റെ കർത്താവ് രോഗികളെ കണ്ട് മനസ്സലിഞ്ഞ ദൈവമാണ്. ആ മനസ്സലിവുമായിട്ട് എൻ്റെ കർത്താവ് നിങ്ങളുടെ തൊട്ടരികിലുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞ് പൂർണ്ണമായി സൗഖ്യമാകും. ഡോക്ടർമാർ കൈവിട്ടതായിരിക്കാം, വൈദ്യശാസ്ത്രം കൈവിട്ടതായിരിക്കാം, പക്ഷേ ഒരു നാളും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു നല്ല നാഥൻ ഇന്ന് നിങ്ങളുടെ തൊട്ടരികിലുണ്ട്. നമുക്കൊരു നിമിഷം ആ കണ്ണുകളെ അടച്ച് അവനിലൊന്ന് ആശ്രയിക്കാം. അവൻ വാഗ്ദത്തമായി തന്ന ആ വചനം നമുക്കൊന്ന് ഉപയോഗിക്കാം. നിശ്ചയമായിട്ടും അവിടെ അത്ഭുതം നടക്കും. അതുപോലെ തന്നെ കടഭാരത്താൽ തകർന്ന് ആത്മഹത്യക്കായിട്ട് ഇനി അതല്ലാതെ ഒരു മാർഗവുമില്ല എന്ന അവസ്ഥയിൽ വളരെ ദുഃഖത്തോടെ ആയിരിക്കുന്ന ഒരു കുടുംബം ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് യേശുവിൽ നമുക്കൊന്ന് ആശ്രയിക്കാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാക്ക് പറഞ്ഞവൻ നിങ്ങളുടെ കൈപിടിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. എത്ര വലിയ രോഗമാണെങ്കിലും അസ്ഥി ദ്രവിച്ച് പൊടിയുന്ന അവസ്ഥയിൽ ഭാരപ്പെടുന്ന അതിവേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തികൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഇന്നെൻ്റെ യേശു നിങ്ങളെ സൗഖ്യമാക്കും. അവൻ്റെ നാമം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവൻ്റെ നാമം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ പോവുക. ശരീരം മുഴുവൻ മുഴകളായിട്ട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നു. 1 2 അല്ല, ഒരുപാട് മുഴകൾ ശരീരത്തിൽ വന്ന് നിറഞ്ഞ് വളരെ പുറത്തോട്ട് ഇറങ്ങാൻ പോലും വയ്യാതെ, മനുഷ്യരുടെ മുമ്പിൽ വെട്ടപ്പെടുവാൻ പറ്റാതെ വളരെ ദുഃഖത്തോടെ ആയിരിക്കുന്ന ഒരു വ്യക്തി, ഒരു സഹോദരി എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് അത്ഭുതം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ആ മുഴകൾ ഇന്ന് പൊഴിഞ്ഞു പോകും. അത്ഭുതം നടക്കും. വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. എൻ്റെ പൊന്നു കർത്താവെ, അവിടുന്ന് വാഗ്ദത്തം ചെയ്തു, വചനം നിനക്ക് സമീപമായി നിൻ്റെ നാവിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. എൻ്റെ കർത്താവെ, അവിടുന്ന് ഹൃദയത്തിൽ തന്ന ആ വചനത്തെ, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട് എന്നുള്ള വചനം ഇന്ന് ഞാൻ ഈ രോഗികൾക്ക് വേണ്ടി പറയുക. എൻ്റെ നാവിൽ കൂടി അത് വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. മുഴകൾ ഇപ്പോൾ തന്നെ പൊഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. ആ അസ്ഥി ദ്രവിച്ച് പൊടിയുന്ന വേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കേടുവന്ന അസ്ഥികൾ മാറി പുതിയ അസ്ഥികൾ അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവെ നന്ദി പറയുന്നു. അത്ഭുതം നടക്കുന്നതിനായി സ്തോത്രം. യെസ്, ആ മുഴകൾ പൊഴിഞ്ഞു മാറുന്നു. യെസ് കർത്താവെ, നന്ദി പറയുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. അത്ഭുത സൗഖ്യങ്ങൾ നൽകുന്നതിനായി നന്ദി, വിടുവിക്കുന്നതിനായി നന്ദി കർത്താവെ. ഹാലേ ലൂയ, ഹാലേ ലൂയ. എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യുന്നവനാ. അത്ഭുത മന്ത്രി എന്നാണല്ലോ അങ്ങയുടെ പേര്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ലിവർ സിറോസിസ് മാറട്ടെ. കിഡ്നി പ്രോബ്ലംസ് മാറട്ടെ. പുതിയ കിഡ്നികൾ അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. കേടുവന്നത് മാറി പുതിയത് സൃഷ്ടിക്കപ്പെടട്ടെ. ശ്വാസകോശ സംബന്ധമായ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ഇപ്പോൾ തന്നെ ശ്വാസം മുട്ട്, ശ്വാസതടസ്സം വിട്ടുമാറട്ടെ. ഫ്രീ ആയിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത സൗഖ്യങ്ങൾ കർത്താവെ അവിടുന്ന് വെളിപ്പെടുത്തുന്നതിനായി നന്ദി. യെസ്, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ആ ശബ്ദം എനിക്ക് കേൾക്കാം. എൻ്റെ ആത്മാവിനെ എനിക്ക് കേൾക്കാം. ആ മുഴകൾ മാറി അത് ഇപ്പോൾ തന്നെ ഈ ഫോണിലൊന്ന് വിളിച്ചേ.
ഈ സാക്ഷ്യം കേൾക്കാൻ ഞങ്ങൾ കൊതിയോടെ നിൽക്കുക. ആ മുഴകൾ പൊഴിഞ്ഞു മാറി എന്ന് പറയുന്ന സാക്ഷ്യം കേൾക്കാൻ കൊതിയോടെ ഇരിക്കുക. അതുപോലെ തന്നെ അസ്ഥികൾ അത് ദ്രവിക്കുന്ന അവസ്ഥ മാറി, പുതിയത് സൃഷ്ടിക്കപ്പെട്ടു, ആ വേദന മാറിപ്പോയി, ക്യാൻസർ രോഗി സൗഖ്യമായി കഴിഞ്ഞു. ഹല്ലേലൂയ! എൻ്റെ കർത്താവ് എത്ര നല്ലവനാ. യേശുവേ നന്ദി. നാളെ നമുക്ക് വീണ്ടും കാണാം ഇതേ ചാനലിൽ ഇതേ സമയത്ത്. വീണ്ടും കാണും വരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.